നോമ്പ് കാലഘട്ടത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചു. പകൽ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുവാനായിട്ട് ദൈവം ഇടവരുത്തി. ഈ സന്ധ്യാപ്രാർത്ഥനയിൽ ദൈവാലയത്തിലേക്ക് കൂടി വരുവാനും ദൈവം ആലോചന നമുക്ക് നൽകിയുണ്ടായി. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അവിടുത്തെ ആലയത്തിൻ്റെ അടുക്കലേക്ക്, അൾത്താരയുടെ അടുക്കലേക്ക്, പ്രാകാരത്തിന് സമീപത്തേക്ക് കടന്നു വരുവാനായി. ഈ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. നോമ്പിൻ്റെ രണ്ടാമത്തെ ദിനമായ ഈ ദിനത്തിൽ ധ്യാനത്തിൻ്റെ ചിന്താവിഷയം എന്നത് ജീവിതത്തിൽ മതിലുകൾ പണിയപ്പെടണം എന്നതാണ്. മതിലുകൾ പണിയപ്പെടുന്ന ഒരു കാലം കൂടെയാണ് പ്രിയമുള്ളവരെ നോമ്പ് കാലഘട്ടം. ആധാരമായി നെഹെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറിക്കുന്നു. നെഹെമ്യാവ് 2-ാമത്തെ അധ്യായം 17-18. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്ന പാത്രരായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിലുകൾ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. നാം എഴുന്നേറ്റ് പണിയുക. മതിലുകൾ പണിയപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് നോമ്പ് കാലഘട്ടം. ഒരു ഭവനം നിർമ്മിക്കുമ്പോഴും ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ കെട്ടിടത്തെ പണികൾ പൂർത്തീകരിക്കുമ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മതിലുകൾ പണിയുക, ചുറ്റുമതിലുകൾ പണിഞ്ഞ് അതിനെ സുരക്ഷിതമാക്കുക എന്നതാണ്. എന്തിനാണ് കെട്ടിടങ്ങൾ പണിയുമ്പോൾ മതിലുകൾ പണിയപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കതറിയാം. ശത്രുക്കൾ, ഉപദ്രവിക്കുന്നവർ അതിലേക്ക് കയറിക്കൂടാതെ വണ്ണം എൻ്റെ ഭവനത്തിന് സുരക്ഷിതം ഒരുക്കുന്ന ഒരു മുഖാന്തരമാണ് മതിലുകൾ പണിയപ്പെടുന്നതിൽ കൂടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. വീടിൻ്റെ സുരക്ഷിതം, ആ വീട്ടിനകത്ത് താമസിക്കപ്പെടുന്ന ഓരോ വ്യക്തികളുടെ സുരക്ഷ, ഓരോ ജീവിതങ്ങളുടെ സുരക്ഷ, ഓരോ ജീവചരാചരങ്ങളുടെ സുരക്ഷ, ഈ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വീടുകൾ പണിയുമ്പോൾ മതിലുകളും പണിയപ്പെടുന്നത്. നോമ്പ് കാലഘട്ടത്തിൽ മതിലുകൾ പണിയപ്പെടണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ മതിലുകൾ പണിയപ്പെടേണ്ടത്? എന്നെ നശിപ്പിക്കുവാൻ നിൽക്കപ്പെടുന്ന ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോകാതെ വണ്ണം, തിന്മ എൻ്റെ അടുക്കലേക്ക് കടന്നു വരാതെ വണ്ണം എന്നെ സംരക്ഷിക്കുവാനത്രേ ഈ കാലഘട്ടത്തിൽ, ഈ നോമ്പ് കാലഘട്ടത്തിൽ മതിലുകൾ പണിയപ്പെടണം എന്ന് പറയുന്നത്. യെരൂശലേം ദേവാലയത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. പല ശത്രുക്കൾ അതിക്രമിച്ച് കയറി അതിൻ്റെ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം. ആർക്കു വേണമെങ്കിലും അതിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ വിശുദ്ധി ഇല്ലാതാക്കുവാനുണ്ടാകുന്ന മുഖാന്തരങ്ങൾ. അങ്ങനെ മതിലുകൾ പണിയപ്പെടാതെ വണ്ണം പൊളിഞ്ഞു കിടക്കപ്പെടുമ്പോൾ നെഹെമ്യാ പ്രവാചകനിലെ കൂടെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദൈവ ആലോചന നൽകുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തെ ഒന്ന് പണിയുക. അതാണ് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാം ഇനിയും നിന്ന പാത്രരായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിലുകൾ പണിയപ്പെടേണ്ടതാണ്. നെഹെമ്യാവ് ഒരു സമൂഹത്തോടു കൂടെ വിളിച്ചു പറയുന്നത് തന്നെയാണ്, മതിലുകൾ പണിയുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നതാണ്. കാരണം നിന്ന പാത്രമായി തീരാതെ വണ്ണം, നിന്ദിക്കപ്പെടാതെ വണ്ണം, മറ്റുള്ളവരുടെ കൈകളിൽ അകപ്പെട്ടു പോയി ജീവിതത്തെ ഇല്ലാതാക്കാതെ വണ്ണം, മറ്റുള്ളവർ എൻ്റെ സുരക്ഷിതത്വത്തെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പരിപാലനത്തിൻ്റെ അനുഭവത്തെ ഇല്ലാതാക്കവണ്ണം, നിന്നെ പാത്രരായി തീരാതെ വണ്ണം ജീവിതത്തിൽ, എൻ്റെ പട്ടണത്തിൽ,
ഒരു മതിലുകൾ പണിയപ്പെടേണ്ടതും ആവശ്യം തന്നെയാണ്. നെഹമ്യാവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ജനം മുഴുവനും പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്ന് 18 അത് തന്നെയാണ് പറയുന്നത്, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. പരസ്പരമുള്ള ധൈര്യപ്പെടുത്തിൻ്റെ അനുഭവത്തോടുകൂടെ തകർന്നുപോയ, പൊളിഞ്ഞു കിടക്കുന്ന, നാമാവശേഷ്ടമായി തീർന്ന, പൊടിയായി തീർന്ന, മണ്ണിനോട് മണ്ണായി തീരപ്പെടുന്ന, കല്ലിനോട് കല്ലായി തീരപ്പെട്ട് കിടക്കപ്പെടുന്ന ആ മതിലുകളെ പണിയുവാനായി ജനം ഒന്നടങ്കം എഴുന്നേൽക്കുകയാണ്. കാരണം എന്ത് ആണ് എന്നിവിടെ തന്നെ പറയുന്നു, നിന്ദിക്കപ്പെടാതിരിക്കുവാൻ, സുരക്ഷിതത്വം നഷ്ടപ്പെടാതിരിക്കുവാൻ, വിശുദ്ധി നിലനിർത്തുവാൻ. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ മതിലുകൾ പണിയപ്പെടണം എന്നും ഇന്നത്തെ ധ്യാനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില മതിൽക്കെട്ടുകൾ ഞാൻ പണിയേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ചില മതിൽക്കെട്ടുകൾ പണിയുവാനായിട്ട് എനിക്ക് കഴിയണം. പലപ്പോഴും സ്വാർത്ഥതകളുടെ മതിൽക്കെട്ടുകൾ പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഗോപുരങ്ങളും പട്ടണങ്ങളും പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും അവിടെ സ്വാർത്ഥതയുടെ ഒരു ഗോപുരം പണിയപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങളുടെ പേര് വർദ്ധിക്കുവാൻ, ഞങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുവാൻ, ഞങ്ങളുടെ പ്രവൃത്തി ലോകമെമ്പാടും അറിയപ്പെടുവാൻ നമുക്ക് ഒന്നിച്ച് ഒരു പട്ടണം പണിയാം എന്നതാണ്. ദൈവഹിതത്തിന് വിപരീതമായി, ദൈവ ആലോചന ചോദിക്കാതെ സ്വാർത്ഥതയുടെ മനോഭാവത്തോടുകൂടെ മതിലുകൾ പണിയുമ്പോഴും, കെട്ടിടം പണിയുമ്പോഴും, പട്ടണങ്ങൾ പണിയുമ്പോഴും, കൂടാരങ്ങൾ പണിയുമ്പോഴും അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം ആ ജനത്തിന് അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകുകയാണ്. അവരുടെ പ്രവൃത്തി വലിയ പ്രവൃത്തി എന്ന് ദൈവം കണ്ട് ആ പ്രവൃത്തി ദൈവ ഇഷ്ടമല്ലാത്തത് എന്ന് മനസ്സിലാക്കി ജനത്തെ ഭിന്നിപ്പിച്ച് ആ കെട്ടിടത്തെ നാമാവശേഷമാക്കി തീർക്കുന്ന, ആ മതിലുകളെ നാമാവശേഷമാക്കി തീർക്കുന്ന, ആ പട്ടണത്തെ, ആ കൂടാരത്തെ നാമാവശേഷമാക്കി തീർക്കപ്പെടുന്ന ഒരു ബാബേൽ ഗോപുരത്തിൻ്റെ അനുഭവത്തെ ഉൽപ്പത്തി 10-ാമത്തെ അധ്യായം ഒന്ന് വരച്ച് കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നോമ്പ് കാലഘട്ടത്തിൽ മതിലുകൾ പണിയപ്പെടണം എന്ന് തിരുവചനം പറയുമ്പോൾ ഞാൻ പണിയപ്പെടേണ്ട മതിലുകൾ സ്വാർത്ഥതകളുടെ മതിലുകൾ അല്ല. ഞാൻ പണിയപ്പെടേണ്ട ഗോപുരങ്ങൾ സ്വാർത്ഥതകളുടെ ഗോപുരങ്ങൾ അല്ല. ഞാൻ പണിയപ്പെടേണ്ട പട്ടണം സ്വാർത്ഥതകളുടെ പട്ടണങ്ങൾ അല്ല. ഞാൻ പണിയപ്പെടേണ്ട കൂടാരങ്ങൾ ദൈവഹിതമുള്ള, ദൈവിക സംരക്ഷണത്തിൽ നിറയപ്പെടുന്ന, ദൈവികമായി പരിപാലനം നിറഞ്ഞു നിൽക്കപ്പെടുന്ന മതിൽക്കെട്ടുകളെ ഒന്ന് പണിയുവാനായിട്ട് കഴിയണം. നമുക്കറിയാം, ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോഴും ഒരു മതിൽ നിർമ്മിക്കുമ്പോഴും അതിനാവശ്യമായത് കല്ല്, മണൽ, സിമൻറ്റ്. ഇത് മൂന്നും ഒന്നിനോട് ഒന്ന് കോർത്തു വെക്കുമ്പോൾ മാത്രമേ മനോഹരമായ കെട്ടിടം പണിയുവാനും, മതിൽക്കെട്ടുകൾ പണിയുവാനും, കൂടാരങ്ങൾ പണിയുവാനും കഴിയത്തുള്ളൂ. ജീവിതത്തിൽ ചില കല്ലുകളും ചില മണൽത്തരികളും ചില സിമൻറ്റുകളുടെ അനുഭവങ്ങളും നമ്മൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ നോമ്പ് കാലഘട്ടത്തിൽ യഥാർത്ഥമായ മതിലുകളെ പണിഞ്ഞ് എൻ്റെ ജീവിതത്തെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും സുരക്ഷിതമാക്കുവാനായി എനിക്ക് സാധ്യമാകുകയുള്ളൂ. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ മതിലുകൾ പണിയപ്പെടേണ്ടത്? വചനവ്യക്തമായി പറയുകയാണ്, പ്രാർത്ഥന എന്ന കല്ല് എന്നിൽ ഉണ്ടാകണം. പ്രാർത്ഥന ഒന്നാമത് എനിക്ക് ആവശ്യം, എൻ്റെ മതിലുകൾ പണിയുവാനായിട്ടുള്ള ആവശ്യം പ്രാർത്ഥന എന്ന കല്ല്. രണ്ടാമത് എൻ്റെ മതിലുകൾ പണിയുവാനായിട്ട് ആവശ്യം മണൽ എന്ന് പറയപ്പെടുന്ന ആരാധന. ഈ കല്ലും മണലും മാത്രം ചേർന്നാൽ മതിൽ പണികൾ പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യമല്ല. പ്രാർത്ഥനയും ആരാധനയും മാത്രം നിറയപ്പെടുമ്പോൾ അവിടെ മതിലുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതിൽ ഒന്നുകൂടെ ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ ആ മതിൽ പണികൾ പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ ചേർത്ത് വെക്കേണ്ടത് സിമൻ്റാണ്, സമർപ്പണമുള്ള ഒരു ജീവിതം തന്നെയാണ്. ഈ മൂന്നും ഒന്നിനോട് ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ യഥാർത്ഥമായ മതിൽക്കെട്ടുകൾ ദൈവത്തിൽ ആശ്രമിച്ച് പണിയപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കും. പ്രാർത്ഥന, ആരാധന, സമർപ്പണം, ഈ മൂന്നും
ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞും അത് മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ നോമ്പ് കാലഘട്ടത്തിൻ്റെ ഓരോ നാളും ഈ 3 കാര്യാദികളിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മതിൽക്കെട്ടുകൾ പണിത് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് കഴിയും എന്നത് തന്നെയാണ്. യെരൂശലേം ദേവാലയത്തിൻ്റെ മതിൽക്കെട്ടുകൾ ജനം ഒന്നടങ്കം നിന്ന് പണിതതുപോലെ പല അനർത്ഥങ്ങളുണ്ടായിരുന്നു. പലരും അവിടെ പിന്മാറിപ്പോയി. പലരും എന്തിന് എന്ന് ചോദിച്ച അവസ്ഥകളുണ്ടായിരുന്നു. അത് പണിയേണ്ട എന്ന് പറഞ്ഞ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടെ സമർപ്പണത്തോടുകൂടെ മതിലുകൾ പണിയപ്പെടേണ്ട ഉത്തരവാദിത്വം എനിക്ക് ആണ് എന്ന ചിന്തയോടുകൂടെ ഒരു കൂട്ടം ജനം ആ മതിലുകൾ പണിയുവാനായി ഇറങ്ങിച്ചെന്നപ്പോൾ പണികൾ തുടങ്ങുവാനും അത് പൂർത്തീകരിക്കുവാനും ഒരു കോട്ട കെട്ടുവാനും ദേവാലയത്തിന് ചുറ്റും മനോഹരമായ ഒരു കോട്ട കെട്ടുവാനും ജനത്തിന് സാധിച്ചു എന്നത് തന്നെയാണ്. എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കേണ്ട മതിൽക്കെട്ടുകൾ നമുക്ക് പണിയാം. എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതകളെ നശിപ്പിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ വേണം ഈ നോമ്പ് കാലഘട്ടത്തിൽ ശത്രുവിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ തക്കവിധമുള്ള പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സമർപ്പണത്തിൻ്റെയും ഒന്നിനോടൊന്ന് കോർത്തുവെക്കപ്പെടുന്ന അനുഭവങ്ങളിൽ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മനോഹരമായ മതിൽക്കെട്ടുകൾ പണിഞ്ഞ് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാം. ഇന്നത്തെ ധ്യാനം നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. മതിൽക്കെട്ടുകൾ പണിയുവാനായി നിങ്ങൾക്ക് എനിക്ക് കഴിയണം. മതിൽക്കെട്ടുകൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും സുരക്ഷിതത്വം പ്രാപിക്കുവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നോമ്പിൻ്റെ 2ാമത്തെ ദിനം. ഇനിയുള്ള നാളുകളിൽ ഞാൻ മുറുകെ പിടിക്കേണ്ടതും ഞാൻ ചിന്തിക്കേണ്ടത് എന്നിൽ ഒരു മതിൽക്കെട്ട് ആവശ്യമാണ്. എന്നിൽ ഒരു പട്ടണം ആവശ്യമാണ്. എന്നിലൊരു കൂടാരം ആവശ്യമാണ്. അത് പണിയുവാനായി ദൈവവചനം എന്നെ ഉത്ബോധിക്കുമ്പോൾ, ദൈവവചനം എനിക്ക് ആലോചന നൽകുമ്പോൾ അത് പണിയുവാനായിട്ട് ഈ നാളുകൾ നമുക്കൊരുങ്ങാം. അത് പണിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണ സാഹചര്യങ്ങൾ, അതിൻ്റെ സാമഗ്രികൾ ചേർത്ത് വെക്കാം. പ്രാർത്ഥനയും ആരാധന സമർപ്പണവും എന്ന സാമഗ്രികൾ നമുക്ക് അന്വേഷിക്കാം, കണ്ടെത്താം, ചേർത്ത് വെക്കാം. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായ മതിൽക്കെട്ടുകൾ പണിത് ഒരു പുതിയ ജീവിതത്തിൻ്റെ സുരക്ഷിതം, ദൈവികമായി സുരക്ഷിതം നിറയപ്പെട്ട, ദൈവിക പരിപാലനം നിറയപ്പെട്ട, ദൈവിക ആശീർവാദം നിറയപ്പെട്ട, ദൈവികമായി ആലോചന നിറയപ്പെട്ട, ദൈവികമായ സംസർഗത്തിൻ്റെ അനുഭവങ്ങൾ നിറയപ്പെട്ട ഒരു കൂടാരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് ഈ നാളുകൾ നമുക്കൊരുങ്ങാം. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ വണ്ണം നമ്മെ രക്ഷിക്കുന്ന ദൈവസ്നേഹത്തിൽ നമുക്കൊന്ന് അഭയം പ്രാപിക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമുക്ക് ആലോചന നൽകുന്നുണ്ട്. മതിലുകൾ പണിയുവാനും സുരക്ഷിതമായ അനുഭവങ്ങളിൽ കൂടെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തെ ജീവിക്കുവാനും അത്രേ. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ മതിലുകൾ പണിയുവാൻ ലഭ്യമാവുന്ന ഈ നോമ്പ് കാലഘട്ടം ആത്മാർത്ഥതയുടെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സമർപ്പണത്തിൻ്റെയും ദിനങ്ങളാക്കി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം